പ്രമേഹ രോഗികൾക്ക് നെർവ് ഡാമേജ് സംഭവിക്കുന്നതുകൊണ്ട് അവർക്ക് ചൂട്, തണുപ്പ്, വേദന അങ്ങനെയുള്ള സെൻസേഷൻസ് അറിയാനുള്ള കഴിവ് കുറയും. ബ്ലഡ് വെസൽസ് ചുരുങ്ങുന്നത് കൊണ്ട് ബ്ലഡ് സർക്കുലേഷനും കുറയും. അതുകൊണ്ട് തന്നെ കാലിൻ്റെ അടിയിൽ എന്തെങ്കിലും മുറിവുകളോ എന്തെങ്കിലും സംഭവിച്ചാൽ ആ ഇഞ്ചുറീസ് അവർ അറിയാൻ ചാൻസ് ഉണ്ട്. പെട്ടെന്ന് ഇൻഫെക്റ്റഡ് ആവുകയും ചെയ്യും. പിന്നെ അത് ഹീലാവാൻ അല്ലെങ്കിൽ ഉണങ്ങാൻ താമസിക്കും. ഈ ഇൻഫെക്ഷൻ പിന്നെ കൂടുതലായി പിന്നെ ആ ഭാഗം മുറിച്ചു കളയേണ്ട അവസ്ഥ വരെ എത്തും. അതുകൊണ്ട് പ്രമേഹമുള്ളവർ പാദസംരക്ഷണം അവരുടെ ദിനചര്യയുടെ ഒരു പ്രധാന ഭാഗമായി ഉൾപ്പെടുത്തേണ്ടതാണ്. ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് എല്ലാ ദിവസവും കൃത്യമായിട്ട് കാല് ചെറു ചൂടുള്ള വെള്ളത്തിൽ സോപ്പ് ഉപയോഗിച്ച് വൃത്തിയാക്കുക. എപ്പോഴും ചെറിയ ചൂടുവെള്ളം ഉപയോഗിക്കുക. ഭയങ്കരമായിട്ട് ചൂട് ആവരുത്. പിന്നെ അത് പൊള്ളാൻ ചാൻസ് ഉണ്ട്. പൊള്ളിക്കഴിഞ്ഞ് പിന്നെ അത് ഉണങ്ങാനും പാടാവും. അതുകൊണ്ട് എപ്പോഴും ചെറു ചൂടുവെള്ളം ഉപയോഗിച്ച് കഴുകാൻ ശ്രദ്ധിക്കുക. ഇനി കഴുകി കഴിഞ്ഞ് കൃത്യമായിട്ട് നമ്മളുടെ കാലിൻ്റെ മുകളും അടിയും വിരലുടെ ഇടയിൽ കൃത്യമായിട്ട് എക്സാമിൻ ചെയ്യുക, ഇൻസ്പെക്ട് ചെയ്യുക. എന്തെങ്കിലും മുറിവുകളുണ്ടോ, എങ്ങനെയാണ്. കാലിൻ്റെ അടി കാണാൻ പറ്റുന്നില്ല എങ്കിൽ വേറൊരാളുടെ ഹെൽപ്പ് ചോദിക്കുക. അല്ല എങ്കിൽ ഒരു കണ്ണാടി ഉപയോഗിച്ച് കൃത്യമായിട്ട് നോക്കുക. ഇനി കാല് കഴുകി നല്ല വൃത്തിയായിട്ട് തുടയ്ക്കുക. ഒപ്പിയെടുക്കാൻ ശ്രദ്ധിക്കുക. കാലിൻ്റെ അടിയും കാൽവിരലുടെ ഇടയ്ക്കും കൃത്യമായിട്ട് ഒപ്പിയെടുക്കുക. അതിനുശേഷം ഒരു മൈൽഡായിട്ടുള്ള മോയ്സ്ചറൈസിങ് ക്രീം പുരട്ടുക. കാലിൻ്റെ മുകളിലും അടിയിലും. കാൽവിരലിൻ്റെ ഇടയിൽ ക്രീം പുരട്ടാതിരിക്കുന്നതാണ് നല്ലത്. അത് പിന്നെ ഇൻഫെക്ഷൻ ആവാനുള്ള ചാൻസ് ഉണ്ട്. ഒരിക്കലും ചെരുപ്പില്ലാതെ നടക്കാതിരിക്കുക. വീടിൻ്റെ അകത്ത് നടക്കുമ്പോഴും സ്ലിപ്പേഴ്സ് ഉപയോഗിച്ച് നടക്കുക. വെളിയിൽ പോകുമ്പോഴത്തേനും നമ്മൾ ഉപയോഗിക്കുന്ന ചെരുപ്പുകൾ കറക്റ്റ് സൈസായിരിക്കണം. ഭയങ്കര ടൈറ്റ് ആവാൻ പാടില്ല. ഹൈ ഹീൽസോ പോയിൻറ്റഡ് ടോസോ ഉള്ള ചെരുപ്പുകൾ ഉപയോഗിക്കാതിരിക്കുക. ഷൂസ് ഉപയോഗിക്കുകയാണെങ്കിൽ സോക്സ് കൃത്യമായിട്ട് ഉപയോഗിക്കുക. ആ സോക്സ് എല്ലാ ദിവസവും മാറ്റേണ്ടതാണ്. അത് മെറ്റീരിയൽ കോട്ടനോ വൂളനോ ആയിരിക്കണം. അല്ലെങ്കിൽ നമ്മളുടെ ചർമ്മത്തിൽ ഉരസുന്നതായിട്ടോ കുമിളകൾ വരാൻ ചാൻസ് ഉള്ള മെറ്റീരിയൽസ് ഉപയോഗിക്കാൻ പാടില്ല. അധികം ടൈറ്റും ആവാൻ പാടില്ല. അടുത്തതായി ശ്രദ്ധിക്കേണ്ട നഖത്തിൻ്റെ കാര്യമാണ്. നഖങ്ങൾ കൃത്യമായിട്ട് വെട്ടി സൂക്ഷിക്കണം. എപ്പോഴും കുളി കഴിഞ്ഞ് നനഞ്ഞിരിക്കുന്ന സമയത്താണ് നഖങ്ങൾ വെട്ടുന്നതെങ്കിൽ അതായിരിക്കും ഏറ്റവും ഉത്തമം. എക്സസൈസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാൻ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നടക്കുക. അപ്പം ബ്ലഡ് സർക്കുലേഷൻ, ആ ഭാഗത്തുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂടാനും അതുപോലെ തന്നെ വെയിറ്റ് മാനേജ്മെൻറ്റിനും ഇത് സഹായിക്കും.